ഇന്ന് നമ്മൾ സീ ഫുഡിൻ്റെ ഒരു കിഴി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ റാസൽ കൈമ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ടൈഗർ പ്രോൺസ്, ക്രാബ്, സ്ക്വിഡ് ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞപ്പൊടി, മുളക് പൊടി, ജീരകം, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ല മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഞാൻ സ്ക്വിഡ് മാത്രം ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ മതി. നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സീ ഫുഡിൻ്റെ കിഴിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് നെക്സ്റ്റ് വേണ്ടത് സവാള, പച്ചമുളക്, കരിവേപ്പില, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്. നമ്മൾ ഉരുളി സെറ്റാക്കി വെളിച്ചെണ്ണ ചൂടായ അതിലേക്ക് വറ്റൽമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, തക്കാളി ഇട്ട് കൊടുക്കുക. അതിലേക്ക് സവാള, പിന്നെ പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് നമ്മൾ കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ച സീ ഫുഡ് ഐറ്റംസും വേവിച്ച സ്ക്വിഡും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇല ഒന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ച സീ ഫുഡും പിന്നെ അതിന് മേലെ സവാള, പച്ചമുളക്, കരിവേപ്പില ഇട്ട് ഒന്ന് മടക്കി നമ്മൾ കെട്ടി മാറ്റി വെക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് ചൂടായ ഉരുളിയിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.